അതായത് എല്ലാവരും കൈവശം എന്നൊക്കെ പറയും. അതുപോലത്തെ എന്ത് എനർജി എന്നാലും എല്ലാം തണ്ടും കുടിക്കാൻ കുടിച്ചു കഴിഞ്ഞാൽ മാറുന്നതാണ്. താങ്ക് യു. നമ്മുടെ നെഗറ്റീവ് എനർജിയൊക്കെ കളയാനായിട്ട് ഇതുണ്ട്. ലൈറ്റ് പച്ച കളറിലാണ് ഈ വെള്ളം നമുക്ക് കിട്ടുന്നത്. ഇത് നിങ്ങൾ കുടിക്കുക. ബാക്കി വീഡിയോ കണ്ടതിന് ശേഷം അത് എന്താണെന്ന് നോക്കി ചെയ്യുക. അപ്പം എപ്പോഴും മരുന്നിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വെള്ള ശംഖുപുഷ്പമാണ്. നീല നമുക്ക് നീല ചായ ഉണ്ടാക്കാനും കുറേ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനൊരു ലൈറ്റ് പച്ച കളറിലാണ് ഇത് കിട്ടും. നമ്മൾ പൂവുണ്ട്, ഇലയുണ്ട്, തണ്ടുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും ഇങ്ങനത്തെ കഷായങ്ങൾ ഉണ്ടാക്കുമ്പം ഇലയുടെ മൂട് വെച്ച് തിളപ്പിക്കരുത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൈവിഷം പോലെ നമ്മുടെ ശരീരത്ത് കൈവിഷം ഉണ്ടെന്ന് പറയപ്പെടുന്നു. അത് ശരീരത്ത് വേണ്ടാത്ത എനർജികൾ കിടന്ന് പഴകുമ്പോഴാണ് അങ്ങനെ ഉണ്ടാകുമെന്നാണ് പറയണത്. അതൊക്കെ മാറാനായിട്ട് ഇത് വളരെയധികം നല്ലതാണ്. ഇനി തീയിൽ നന്നായിട്ട് തിളക്കട്ടെ. തിളച്ചിട്ട് തീ കുറച്ച് 5 മിനിറ്റ് അവിടെ കിടക്കണം. അപ്പോൾ ഇതിപ്പോൾ വൈകിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാൽ ഫുഡെല്ലാം കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം കിടക്കുന്നതിന് മുമ്പ് കഴിക്കുക. അത് കഴിഞ്ഞ് രാവിലെയും കൂടെ ബാക്കിയെടുത്ത് ചെറുത് ചൂടാക്കി ഫസ്റ്റ് പല്ല് തേച്ച ഉടനെ കഴിക്കണം. പിന്നത്തെ ദിവസത്തിനുള്ളത് വേണമെങ്കിൽ നമുക്ക് രാവിലെ തന്നെ തിളപ്പിച്ചിടാം. അല്ലെങ്കിൽ വൈകുന്നേരം ഒന്ന് തിളച്ച് കുറച്ച് നേരം ഇരിക്കണം. അപ്പോൾ എന്താണേലും ഒരു പ്രാവശ്യം തിളപ്പിക്കണം. നമുക്ക് 2 പ്രാവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രയാണ് അതിൻ്റെ ഒരു കണക്ക്. 7 ദിവസം അല്ലെ 5 ദിവസം ഇത് മസ്റ്റായിട്ട് നിങ്ങൾ കഴിക്കാൻ തുടങ്ങിയാൽ കഴിക്കണം. പിന്നെ ഇതിൻ്റെ വേര് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇലയും തണ്ടും പൂവും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത്ര സംഭവമാണ് നമ്മൾ ഇതിൻ്റെ വേര് വേണ്ട. തണ്ട്, ഇല, പൂവ്, ഇത്ര സാധനത്തിന് കൊണ്ട് കഴുകിയിട്ട് ഒരു പാത്രത്തിൽ തിളയ്ക്കാൻ വെക്കണം. പിന്നെ ഇത് കേടായി പോയിരിക്കാം. നമുക്കിത് എപ്പോഴും എല്ലായിടത്തും പോയി പറിച്ചെടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. അപ്പം ഒരു പത്രത്തിൽ പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ ഇത് പച്ച പോകാതെ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് പോകാതെ ഇരിക്കും. നമ്മൾ വേറെ കവറിലൊക്കെ വെച്ചാൽ ചിലപ്പോൾ അത് വാടിപ്പോവും. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. എന്തായാലും അന്നേരം നമ്മളിത് കഴുകിയെടുത്താൽ മതി. നമ്മളിത് അരിച്ചെടുത്ത്, അതായത് ഇല അരിച്ചെടുത്ത് വേണം ഉപയോഗിക്കാൻ. ഇലയും തണ്ടും ഒന്നും കുടിക്കാൻ വേണ്ട. അതിൻ്റെ ആ വെള്ളം മാത്രം എടുത്താൽ മതി. ഇത് കണ്ടോ, ഇത്ര മതി. ഇതിലൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. മൂടി വെച്ചല്ല ഇത് തിളയ്ക്കേണ്ടത്. ഇത് നന്നായിട്ട് തിളച്ചു. ഒരു 5 മിനിറ്റോളം തിളച്ചിട്ട് പിന്നെ നമ്മൾ തീ ഇങ്ങനെ കുറച്ചു. പിന്നെ അവിടെ ഇരിക്കണം. ഇരുന്നൊരു 1/2 ഗ്ലാസ് വെള്ളം, ഒരു 2.5 ഗ്ലാസ് വെള്ളമാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളമായിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. ബാക്കി മൂടി വെച്ചിട്ട് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ രാവിലെയാണ് കഴിക്കുന്നതെങ്കിൽ വൈകുന്നേരമോ നമുക്ക് യൂസ് ചെയ്യാം. ശരീരത്തിലെ എല്ലാ നെഗറ്റിവിറ്റിയും മാറ്റാനായിട്ട് ഇതുപോലെ നല്ലൊരു ഔഷധം വേറെയില്ല. ശരീരത്ത് ആവശ്യമില്ലാത്ത കുറേ വസ്തുക്കളൊക്കെ ഫുഡിൽ നിന്നും അല്ലാതെ എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടി അടിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ പോകാനായിട്ട് ശംഖുപുഷ്പം ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് ഫുഡിന് മുമ്പ് ഉണ്ടാക്കി കഴിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഏത് ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കളെ ഇത് പുറന്തള്ളും. നമ്മളിത് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ശരീരത്തിന് കൊള്ളത്തില്ല. അപ്പോൾ ഒറ്റ സംഖ്യ പോലെ, അപ്പോൾ 5 അല്ലെങ്കിൽ 7 ദിവസം ഇത് കഴിക്കണം. പ്രത്യേകിച്ച് ഇതിൻ്റെ തണ്ടും പൂവും ഇലയും കൂടെ കൂടിയാണ് വെള്ളമിട്ട് കഴിക്കേണ്ടത്. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കഴിക്കണം ഒരു നേരം, പിന്നെ കിടക്കുന്നതിന് മുമ്പും. അപ്പോൾ നമ്മൾ ഇന്ന് തിളപ്പിച്ച വെള്ളം ഇപ്പം മാത്രം 2 നേരം കുടിക്കുക. നാളത്തേനുള്ള വേറെ തിളപ്പിക്കണം. ഇത്രയും നമ്മുടെ ശരീരത്തിന് എനർജി കുറവ്. നമ്മുടെ ശരീരത്തിൽ എല്ലാവരും കൈവശം എന്നൊക്കെ പറയും. അതുപോലത്തെ എന്ത് എനർജി എന്നാലും ഇത് വെള്ളമിട്ട് കുടിച്ചു കഴിഞ്ഞാൽ മാറുന്നതാണ്. താങ്ക് യു.